സ്വത്രം. ഈ ഒരു ചോദ്യമുണ്ട് കേട്ടോ, ആ ചോദ്യത്തിനകത്ത് നിങ്ങളുടെ മറുപടി എന്താകും നിങ്ങൾ മനസ്സിൽ പറഞ്ഞാൽ മതി. ആ ചോദ്യം ഇതാണ്. ചോദ്യം എന്താണെന്നറിയോ? കൃപ വേണോ സൗഖ്യം വേണോ എന്നുള്ളതാണ്. പറയാൻ ഇച്ചിരി വളരെ ബുദ്ധിമുട്ടുള്ള ചോദ്യമാണ്. നമ്മളെ ആവേശത്തിലേക്ക് ചാടി പറയും എനിക്ക് സൗഖ്യം വേണ്ട, പിന്നെ എന്ത് മതി? കൃപ മതിയെന്ന്. പക്ഷേ ഞാൻ നിങ്ങളൊരു വചനം പറയാം. കൃപ വന്നാൽ നിന്റെ ബലഹീനതകളെ തികയ്ക്കാൻ അതിന് കഴിയും. ഇന്ന് പകല് വചനത്തിൽ ഞാൻ ദൈവവചനത്തിൽ നിന്നുകൊണ്ട് ചിലരോട് ദൈവാലോചന പറയുകയാണ്. ദൈവത്തിന്റെ കൃപ ഇറങ്ങി വന്നാൽ ശരീരത്തിൽ അനുഭവിക്കുന്ന സകല ബലഹീനതകളെ തികയ്ക്കുന്നതാണ് ദൈവത്തിന്റെ കൃപയെങ്കിൽ ഇന്ന് പകല് ആ കൃപയ്ക്ക് യാചിക്കുന്ന എത്ര ദൈവമക്കളുണ്ട്. അവർക്ക് വേണ്ടി അസാധാരണമായി ദൈവകൃപ പകരാൻ എന്റെ ദൈവ ശക്തിയുള്ള ദൈവമാണ്. സ്തോത്രം. കരവത്ത് സ്തോത്രം പറഞ്ഞു. ഇനി ഞാൻ പൗലോസിൻ്റെ അടുത്തൊരു പദം, ഞാൻ ഈ വാക്യമൊക്കെ വായിക്കുമ്പം സത്യത്തിൽ പൗലോസിനെ കുറിച്ച് അങ്ങനെ പറയാനുള്ള യോഗ്യതയുണ്ടോ എന്ന് പോലും ചിന്തിക്കുന്ന ഒരു കൂട്ടത്തിലുള്ള ആളാണ് ഞാൻ. കാരണം എന്നാണെന്നറിയോ? പൗലോസ് പറയാണ്, ഈ ശക്തി എൻ്റെ മേൽ ആവസിക്കേണ്ടതിന്. കേട്ടോ, ഈ ശക്തി ദൈവകൃപ എന്ന ഈ ശക്തി എൻ്റെ മേൽ ആവസിക്കുക എന്ന് പറഞ്ഞാൽ വരിക, എൻ്റെ മേൽ വരേണ്ടതിന് എൻ്റെ ബലഹീനതയിൽ ഞാൻ പ്രശംസിക്കും. അതിന്റെ വ്യാഖ്യാനം നിങ്ങൾ കേൾക്കണോ? എനിക്കിപ്പോൾ രോഗമായിക്കൊള്ളട്ടെ, ക്ഷീണമായിക്കൊള്ളട്ടെ, ഇതുള്ളത് കൊണ്ടാണ് ദൈവകൃപ എൻ്റെ മേൽ വരുന്നത്. എത്ര പേരിന്ന് പകൽ ദൈവത്തിന് മഹത്വം കൊടുക്കും. എൻ്റെ ശരീരത്തിൽ ബലഹീനത ഉള്ളത് കൊണ്ടാണ് ദൈവത്തിന്റെ ശക്തി വ്യാപരിക്കുന്നത്. ശക്തി ബലഹീനർക്കാ വേണ്ടത്, അല്ലാത്തവർക്ക് ശക്തിയുടെ ആവശ്യമില്ല. വേണോ? ഇവിടെ ശക്തിയുള്ളവന് ശക്തിയുടെ ആവശ്യം വേണ്ട. ആർക്കാണ് ശക്തി? ബലഹീനന്മാർക്കാണെങ്കിൽ ഇന്ന് പകല് ബലഹീനത അനുഭവിക്കുന്ന, ശരീരത്തിൽ രോഗമനുഭവിക്കുന്ന നിനക്ക് വേണ്ടി ശക്തി പുറപ്പെടുവിക്കാൻ എന്റെ ദൈവ സർവശക്തൻ.